അപ്പോൾ നമ്മൾ ടാക്സസ് അബോളിഷ്ഡ് ആൻഡ് ഐറ്റംസ് എക്സംപ്റ്റഡ് ഫ്രം GST വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന HSN കോഡാണ്. HSN കോഡ് എന്ന് പറഞ്ഞാൽ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഈ ഒരു സിസ്റ്റം എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെച്ചാൽ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു HSN കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ HSN കോഡ് എന്ന് പറയുന്ന ഒരു 6 ഡിജിറ്റ് യൂണിഫോം കോഡാണ്. 5000 പ്ലസ് പ്രൊഡക്ട്സ് ഇതിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് 1988 എഫക്റ്റ് ആയത്. ഹൗ ഡസ് HSN കോഡ് വർക്ക്? ഇതിൽ പറഞ്ഞ 5000 പ്ലസ് കമ്മോഡിറ്റീസ് HSN കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 6 ഡിജിറ്റ് കോഡാണ്. ഇത് ലീഗൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ട്. അതായത് ഗുഡ്സിന്റെ ഒരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ ആണ് ഈ HSN കോഡിലുള്ളത്. നെക്സ്റ്റ്, വൈ ഈസ് HSN ഇമ്പോർട്ടൻറ്റ്? HSNന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ വേൾഡിലുള്ള ഗുഡ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക് മാനറിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് HSN കോഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, HSN വേൾഡ് വൈഡ്. HSN വേൾഡ് വൈഡ് ഇതിൽ പറയുന്നത് മോർ ദാൻ 200 കൺട്രീസ് ആണ് ഈ HSN സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് യൂണിഫോം ക്ലാസിഫിക്കേഷൻ, ബേസ് ഫോർ ദ കസ്റ്റം ടാരിഫ്, കളക്ഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതാണ് HSN കോഡ് 200 കൂടുതലായിട്ടുള്ള കൺട്രീസിൽ യൂസ് ചെയ്യാനുള്ള ഒരു റീസൺസ്. യൂണിഫോം ക്ലാസിഫിക്കേഷൻ, ബേസ് ഫോർ ദ കസ്റ്റം ടാരിഫ്, കളക്ഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ പറയുന്ന ഈ HSN കോഡ് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഈ HSN കോഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗുഡ്സിന്റെ കേസിലും ഈ HSN നമ്പർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പിന്നെ ചില കൺട്രീസിൽ നേച്ചർ ഓഫ് ഗുഡ്സിന്റെ നേച്ചർ അനുസരിച്ച് അതിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ HSN ഇന്ത്യ ആണ്. ഇന്ത്യ വേൾഡ് കസ്റ്റം ഓർഗനൈസേഷനിലെ മെമ്പർ ആയത് 1971 സാധാരണ 6 ഡിജിറ്റ് HSN കോഡ് തന്നെയാണ് ഇന്ത്യയിലും യൂസ് ചെയ്തിരുന്നത്. പിന്നീട് അതിൽ 2 more ഡിജിറ്റ്സ് ആഡ് ആയി. അപ്പോൾ 8 ഡിജിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് HSN കോഡാണ്. HSN സ്ട്രക്ചറിൽ 21 സെക്ഷൻസ്, 99 ചാപ്റ്റേഴ്സ്, 1244 ഹെഡിങ്സ്, 5224 സബ് ഹെഡിങ്സ് ആണ് ഉള്ളത്. ഈ സെക്ഷൻസിന് ഈച്ച് സെക്ഷൻസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിട്ടാണ്. ചാപ്റ്റേഴ്സിനെ ഹെഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡിങ്സിനെ പിന്നെ സബ് ഹെഡിങ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷനിലും ചാപ്റ്ററിലും ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, ഗുഡ്സ് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, HSN ഇൻ GST ആണ്. HSN കോഡ് ടു ബി ഡിക്ലെയർ. ഇവിടെ ടേൺ ഓവറും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓഫ് HSN ടു ബി ഡിക്ലെയർഡും തന്നിട്ടുണ്ട്. അപ് ടു 1.5 crore സീറോയും 1.5 crore to 5 crore 2ഉം മോർ ദാൻ 5 crore 4ഉം ആണ്. പിന്നെ പറയുന്നത് ടാക്സ് ഇൻവോയ്സ്, ടാക്സ് പേയേഴ്സ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ HSN കോഡ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഒരു ടാക്സ് പെയറിന്റെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ നോക്കിയിട്ടാണ് അതിൽ എത്ര HSN ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. പിന്നെ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും കേസിൽ 8 ഡിജിറ്റ് HSN കോഡ് നിർബന്ധമാണ്. ഇനി അടുത്തത്, വൈ ഈസ് HSN ഇമ്പോർട്ടൻറ്റ് അണ്ടർ GST? GSTന്റെ അണ്ടറിൽ എന്തുകൊണ്ടാണ് HSN ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് GSTനെ സിസ്റ്റമാറ്റിക് ആൻഡ് ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആക്കും. ഈ HSN കോഡിന്റെ പർപ്പസ് എന്തിനാണെന്ന് വെച്ചാൽ GSTനെ സിസ്റ്റമാറ്റിക് ആൻഡ് ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് HSN കോഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗുഡ്സിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. HSN കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗുഡ്സിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടൈം സേവ് ചെയ്യാനും ഫയലിംഗ് ഈസിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ഡീലറും സർവീസ് പ്രൊവൈഡേഴ്സും HSN ആൻഡ് SAC കോഡ് എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. അവരുടെ GSTR അതായത് GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഡീലേഴ്സും സർവീസ് പ്രൊവൈഡേഴ്സും HSN കോഡ് അല്ലെങ്കിൽ SAC കോഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. SAC കോഡ് പറഞ്ഞ സർവീസിന്റെ കേസിൽ. നെക്സ്റ്റ്, ടാക്സേഷനിൽ ഫസ്റ്റ് ആണ് GST ഫയലിംഗ്. GST എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ലെവലായിട്ടും സെൻട്രൽ ലെവലുമായിട്ടും ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജൂലൈ 1, 2017 ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നെ GST ആക്ട് പാസ് ചെയ്ത് 2019.
ഇത് ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ നോക്കിയാലും ടാക്സ് കളക്ടേഴ്സിൻ്റെ കേസിൽ നോക്കിയാലും ഈ GST എന്ന് പറയുന്നത് വളരെ ഈസി ടു യൂസ് ആണ്. ഈസി ടു യൂസും അതേപോലെ തന്നെ റിട്ടേൺസ് ഫയൽ ചെയ്യാനും ഈസിയാണ്. അടുത്ത GST എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇതിൽ പറയുന്നത് ബിസിനസ്, അതായത് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും ആയിക്കോട്ടെ, അവിടെ 25 lakhs മുകളിലാണ് അവരുടെ ടേൺ ഓവർ വാല്യൂ എങ്കിൽ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ കേസിൽ 10 lakh ആണ് അവരുടെ ടേൺ ഓവർ വാല്യൂ എങ്കിൽ GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പറയുന്നത് GST എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസിൻ്റെ മുകളിലാണ് ലെവി ചെയ്യുന്നത്, അല്ലാതെ സെയിൽസിൻ്റെ മുകളിലല്ല. പിന്നെ പറയുന്നത് സ്റ്റോക്ക് ടേക്കിംഗ്, ഡിസ്കൗണ്ട്സ്, ഫ്രീബീസ്, ഇതൊക്കെ GSTൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ നോൺ ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഡീലേഴ്സും GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പിന്നെ വാറ്റ്, പിന്നെ സർവീസ് ടാക്സിലൊക്കെ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീലേഴ്സ് പിന്നെ ഓട്ടോമാറ്റിക്കലി GST രജിസ്ട്രേഷൻസും നടന്നിട്ടുണ്ടാവും. പിന്നെ പറയുന്നത് ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് നടത്തുന്ന ബിസിനസ്സസ്, ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് നടത്തുന്നവർ GST രജിസ്ട്രേഷൻ എന്തായാലും നടത്തണം. അവരുടെ ടേൺ ഓവർ എത്രയായാലും അവരവിടെ GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞ GSTൻ്റെ അണ്ടറിൽ കവർ ചെയ്യുന്ന ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് ഡീലേഴ്സ്, ബ്ലോഗേഴ്സ്, റൈറ്റേഴ്സ്, പിന്നെ ഗൂഗിൾ ആഡിലൂടെ ഏൺ ചെയ്യുന്നവർ, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സസ്, പിന്നെ എല്ലാ കൈൻഡ് സ്റ്റാർട്ടപ്സും കമ്പനീസും, പിന്നെ അതായത് പിന്നെ LLPs, പ്രൊപ്രിയേറ്റർഷിപ്സ്, പാർട്ട്ണർഷിപ്സ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെ GSTൻ്റെ അണ്ടറിൽ കവർ ചെയ്യുന്ന ഫോംസ് ആണ്. പിന്നെ പറയുന്നത് ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിന് വോളണ്ടിയർ ആയിട്ട് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ആൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് GST രജിസ്ട്രേഷൻ വോളണ്ടിയർലി ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വോളണ്ടിയർലി ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് വാട്ട് ഈസ് GST റിട്ടേൺ ആണ്. അതായത് GST ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് GST റിട്ടേൺസ് എന്താണെന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GST റിട്ടേൺസ് എന്ന് സിമ്പിൾ പറയുമ്പോൾ GST ഫയലിങ്ങിനെയാണ് GST റിട്ടേൺസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് GST ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊരു ഇൻഡിവിജ്വൽസും അവരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യൻ്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് GST ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസും അവരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യൻ്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഇതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ഒരു റിട്ടേണിൽ സെയിൽസും പർച്ചേസ് ഡീറ്റെയിൽസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് ഈ GST റിട്ടേൺ ഒരു വർഷത്തിൽ 26 times ആയിരിക്കും ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ടി വരിക. GST റിട്ടേൺസ് ഒരു വർഷത്തിൽ 26 times ആയിരിക്കും ചെയ്യേണ്ടി വരിക. അതായത് ഓരോ മാസത്തിലും 2 വട്ടമായിരിക്കും GST റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരിക. പിന്നെ പറയുന്നത് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഓൺലൈൻ ഫയലിംഗ് പ്രോസസ് ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഒഫീഷ്യൽ GST പോർട്ടൽ വിസിറ്റ് ചെയ്യുക. അതിൽ സ്റ്റേറ്റ് കോഡും പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഒരു 15 digit GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യുക. ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു യുണീക്ക് ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ടാക്സ് പേയേഴ്സിന് ഔട്ട്വേർഡ് ഇൻവേർഡ് റിട്ടേൺസ് ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഫോർത്ത് പോയിന്റ് പറയുന്നത് ഈ ഫയലിംഗ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ടാക്സ് പേയേഴ്സിന് അവരുടെ ഔട്ട്വേർഡ് സപ്ലൈ റിട്ടേൺസ് GSTR1 ഫോമിൽ ഫയൽ ചെയ്യാം. ഫയലിംഗ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ടാക്സ് പേയേഴ്സിന് അവരുടെ ഔട്ട്വേർഡ് സപ്ലൈ റിട്ടേൺസ് GSTR1 ഫോമിൽ ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ റെലവൻറ്റ് ഇൻഫോർമേഷൻ അത് സബ്സിക്വൻറ്റ് മന്തിൻ്റെ 10ാം തീയതിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഔട്ട്വേർഡ് സപ്ലൈസ് ഫയൽ ചെയ്ത ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് GSTR2A ഫോമിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ പറയുന്നത് ഈ ഒരു ഔട്ട്വേർഡ് സപ്ലൈ റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പേയേഴ്സ് അവരുടെ ഇൻവേർഡ് സപ്ലൈസ് GSTR2 ഫോമിൽ ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വാട്ട് ആർ ദ GST സ്ലാബ് റേറ്റ്സ് ആണ്. ഇവിടെ ഫോർ ടയർ സിസ്റ്റം ആണ്. ഒന്ന് പറയുന്നത് 5%, പിന്നെ 12%, 18%, 28% ആണ്. ഈ GST കൗൺസിൽസ് ഈ ഒരു റേറ്റ്സ് ടൈം ടു ടൈം ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ പറയുന്നത് ഈ ഒരു ടാക്സ് റേറ്റിൻ്റെ കേസിൽ പറയുന്നത് ഈ
ഐറ്റം ഓഫ് നീഡ്, അതായത് നമ്മുടെ ബേസിക് നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ജി എസ് ടി എന്ന് പറയുന്ന ലോവർ ടാക്സ് റേറ്റ് ആയിരിക്കും. 5% ഓർ 12% ആയിരിക്കും. പിന്നെ ലക്ഷറി പ്രൊഡക്ട്സിൻ്റെ കേസിൽ അത് 80% ആൻഡ് 28% ആയിരിക്കും. പിന്നെ ഗോൾഡിൻ്റെ കേസിൽ ജി എസ് ടി എന്ന് പറഞ്ഞത് 3%, സെമി പ്രഷ്യസ് ആൻഡ് റെഡ് സ്റ്റോൺസിൻ്റെ കേസിൽ 0.25% ആയിരിക്കും. പിന്നെ പറയുന്നത് ജി എസ് ടിൻ്റെ അണ്ടറിൽ വരുന്ന മൈനർ പോർഷൻസിൽ വരുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലും ടാക്സ് ഉണ്ടായിരിക്കില്ല. ജി എസ് ടി ടാക്സ് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അതായത് സോൾട്ട്, പിന്നെ സാനിറ്ററി നാപ്കിൻസ്, അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളിലൊന്നും ജി എസ് ടി ടാക്സ് ഉണ്ടായിരിക്കില്ല. ഇനി നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് വാരിയസ് ജി എസ് ടി ടാക്സ് സ്ലാബ്സ് റേറ്റ്സ് ഇൻ ഇന്ത്യ സെപ്റ്റംബർ 2020 ആണ്. ഫസ്റ്റ് നോൺ ടാക്സ് അത് 0% ആയിട്ടുള്ളത്. ഗുഡ്സും സർവീസസും തന്നിട്ടുണ്ട്. ഗുഡ്സ് എന്ന് പറയുന്നത് ഈ നോ ടാക്സ് വരുന്ന ഗുഡ്സസ് ഏതൊക്കെയാ വെച്ചാൽ, ഒന്ന് സാനിറ്ററി നാപ്കിൻസ്, ഡയറ്റീസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ, മാർബിൾസ് ഓഫ് വുഡ്, റാഗീസ് വിത്തൗട്ട് എനി പ്രഷ്യസ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബ്രൂംസ്, സാൽ ലീവ്സ് ആൻഡ് ഫോർട്ടിഫൈഡ് മിൽക്ക്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബ്രെഡ്, സോൾട്ട്, ബിൻഡി, കേർഡ്, സിന്ദൂർ, നാച്ചുറൽ ഹണി, ബാംഗിൾസ്, ഹാൻഡ്ലൂം, ബെസൻ, ഫ്ലോർ, എഗ്സ്, സ്റ്റാമ്പ്സ്, പ്രിന്റഡ് ബുക്സ്, ജുഡീഷ്യൽ പേപ്പേഴ്സ്, ന്യൂസ് പേപ്പർ. പിന്നെ സർവീസസിൽ, അതായത് ഹോട്ടൽ ആൻഡ് ലോഡ്ജ്, അവരുടെ ടാരിഫ് എന്ന് പറയുന്നത് 1000 താഴെയാണെങ്കിൽ അവർ ജി എസ് ടിൻ്റെ അണ്ടറിൽ എക്സംപ്റ്റഡ് ആണ്. പിന്നെ പറയുന്ന IMM കോഴ്സസും ബാങ്ക് ചാർജസ് ഓൺ സേവിങ്സ് അക്കൗണ്ട്, ജൻധൻ യോജനയൊക്കെ ഇതാണ്, എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് 5% ആണ്. 5%ൽ ഗുഡ്സിൽ പറയുന്നത് skimmed milk powder, fish fillet, frozen vegetables, coffee, coal, fertilizer, tea, spices, pizza bread, kerosene, Ayurvedic medicines, agarbatti, sliced dry mango, insulin, cashew nuts, unbranded napkin, lifeboats, ethanol, solid biofuel pellets, handmade carpets and other handmade textiles, floor covering, handmade braids and ornamental trimming in the piece. പിന്നെ സർവീസസിൽ വരുന്ന സ്മോൾ റെസ്റ്റോറൻറ്റ്സ് അലോങ് വിത്ത് ട്രാൻസ്പോർട്ട് സർവീസസ് ലൈക്ക് റെയിൽവേസ് ആൻഡ് എയർവേസ്, പിന്നെ സ്റ്റാൻഡ് അലോൺ ACs, നോൺ ACs റെസ്റ്റോറൻറ്റ് ആൻഡ് ദോസ് വിത്ത് സെർവ് ലിക്വർ ടേക്ക് അവേ ഫുഡ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഇൻ ഹോട്ടൽസ് വിത്ത് എ റൂം ടാരിഫ് ലെസ് ദാൻ 7,500. പിന്നെ ഇതൊക്കെ ഈ ഒരു 5% കാറ്റഗറിയിൽ വരുന്ന സർവീസസ് ആണ്. പിന്നെ പറഞ്ഞ സ്പെഷ്യൽ ഫ്ലൈറ്റ് ഫോർ എക്കണോമി ക്ലാസ്സസും അതും ഈ ഒരു സർവീസസിൽ 5% ടാക്സ് റേറ്റിൻ്റെ സർവീസസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ജി എസ് ടി ടാക്സ് സ്ലാബ് ഓഫ് 12% ആണ് ഇവിടെ. ഫ്രോസൺ മിൽക്ക് പ്രൊഡക്ട്സ്, ബട്ടർ, ചീസ്, ഗീ, പിക്കിൾ, സോസേജ്, ഫ്രൂട്ട് ജ്യൂസസ്, നാംകിൻ, ടൂത്ത് പൗഡർ, മെഡിസിൻ, അംബ്രല്ല, ഇൻസ്റ്റൻറ്റ് ഫുഡ് മിക്സ്, സെൽ ഫോൺസ്, സൂയിങ് മെഷീൻ, മാൻമെയ്ഡ് യാൺ, പിന്നെ ഹാൻഡ് ബാഗ്സ് ഇൻക്ലൂഡിങ് പൗച്ചസ് ആൻഡ് പേഴ്സസ്, പിന്നെ ജ്വല്ലറി ബോക്സ്, വുഡൻ ഫ്രെയിംസ് ഫോർ പെയിൻറ്റിങ്, ഫോട്ടോഗ്രാഫ്സ്, മിറേഴ്സ് എക്സെട്ര, പിന്നെ ഓർണമെൻ്റൽ ഫ്രെയിംഡ് മിറേഴ്സ്, ബ്രാസ്, കിറോസിൻ, പ്രഷർ സ്റ്റൗ, ഹാർഡ്വെയർ ഓഫ് അയൺ എക്സെട്ര. പിന്നെ സർവീസസ് 12% വരുന്ന സർവീസസ് എന്ന് പറയുന്നത് ബിസിനസ് ക്ലാസ് എയർ ടിക്കറ്റ്സ്, പിന്നെ പറയുന്ന മൂവി ടിക്കറ്റ്സ്, അതായത് 100 താഴെ വരുന്ന മൂവി ടിക്കറ്റ്സ്. നെക്സ്റ്റ് 18% ആണ്. 18% വരുന്ന ഗുഡ്സ് എന്ന് പറയുന്നത്, അതായത് മുകളിൽ മെൻഷൻ ചെയ്ത പല ഐറ്റംസും ഈ ഒരു 80%ലും വരുന്നുണ്ട്. ഇതിൽ വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്ലേവേർഡ് റിഫൈൻഡ് ഷുഗർ, കോൺഫ്ലെക്സ്, പാസ്ത, പേസ്ട്രീസ് ആൻഡ് കേക്ക്സ്, ഡിറ്റർജൻറ്റ്സ്, വാഷിംഗ് ആൻഡ് ക്ലീനിങ് പ്രിപ്പറേഷൻ, സേഫ്റ്റി ഗ്ലാസ്, മിറർ, ഗ്ലാസ്വെയർ, ഷീറ്റ്സ്, പമ്പ്സ്, കംപ്രസർ, ഫാൻ, ലൈറ്റ് ഫിറ്റിംഗ്, ചോക്ലേറ്റ്, പ്രിസർവ്ഡ് വെജിറ്റബിൾസ്, ട്രാക്ടേഴ്സ്, ഐസ്ക്രീം, സോസസ്, സൂപ്സ്, mineral water, deodorant, suitcase, briefcase, vanity case, oil, powder, chewing gum, hair shampoo, preparation for facial makeup, shaving and aftershave items, washing powder, refrigerators, water heaters, washing machine, television up to 68 centimeter, vacuum cleaner, paints, hair shavers, hair curls, hair dryers, scent sprays, lithium ion battery, detergent, stones used in flooring, marble and granite, sanitary ware, leather clothing, wristwatches, cookers, stoves, cutlery, telescope, googles,
ബൈനോക്കുലേഴ്സ്, ഓയിൽ പൗഡർ, കൊക്കോ ബട്ടർ, ഫാറ്റ്, ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, physical exercise equipments, musical instruments and their parts, stationary items like clips, some diesel engine parts, some parts of pumps, electrical boards, panels, wires, razor and razor blades, furniture, mattresses, cartridges, multifunctional printers, door, windows, aluminum frames, monitors and television screens, പിന്നെ ടയേഴ്സ്, പവർ ബാങ്ക് ഫോർ ലിഥിയം അയൺ ബാറ്ററീസ്, വീഡിയോ ഗെയിംസ്, ക്യാരേജ് ആക്സസറീസ് ഫോർ ഡിസേബിൾഡ് എക്സെട്ര. ഇത്രയും 18% ഗുഡ്സിൻ്റെ കേസിൽ വരുന്നതാണ്. ഇനി അടുത്ത സർവീസസിൻ്റെ കേസിൽ പറയുന്നത് റെസ്റ്റോറൻറ്റ്സ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ഹോട്ടൽസ് വിത്ത് ടാരിഫ്സ് 7,500. പിന്നെ പറയുന്ന ഔട്ട്ഡോർ കാറ്ററിംഗ്, പിന്നെ മൂവി ടിക്കറ്റ്സ് എബവ് 100, പിന്നെ ആക്ച്വൽ ബിൽ ഓഫ് ഹോട്ടൽ എന്ന് പറഞ്ഞ 7,500 ബിലോ ആയി വരുന്നത്, പിന്നെ IT ആൻഡ് ടെലികോം സർവീസസ്, പിന്നെ ഫിനാൻഷ്യൽ സർവീസസ് അലോങ് വിത്ത് ബ്രാൻഡഡ് ഗാർമെൻറ്റ്സ് വിൽ ബി പാർട്ട് ഓഫ് ദിസ് ടാക്സ് സ്ലാബ്. നെക്സ്റ്റ് GST ടാക്സ് സ്ലാബ് ഓഫ് 28% ആണ്. ഇവിടെ ഗുഡ്സിൽ പറഞ്ഞ 200 ഗുഡ്സ് ഈ 28% വരുന്നുണ്ട്. അതിൽ വരുന്ന കുറച്ച് കാറ്റഗറീസ് ഇതാണ്: സൺസ്ക്രീൻ, പാൻ മസാല, ഡിഷ് വാഷർ, വെയിങ് മെഷീൻ, പെയിൻറ്, സിമെൻറ്റ്, വാക്വം ക്ലീനർ. പിന്നെ അതർ ഐറ്റംസ് ഇൻക്ലൂഡ് ഓട്ടോമൊബൈൽസ്, ഹെയർ ക്ലിപ്സ്, മോട്ടോർ സൈക്കിൾസ്. അടുത്ത സർവീസസ് വരുന്നത് 5 സ്റ്റാർ ഹോട്ടൽസ്, പിന്നെ ഹോട്ടൽ സ്റ്റേൻ്റെ ബില്ല് എബവ് 1,500 വരുന്ന, പിന്നെ റേസിംഗ്, മൂവി ടിക്കറ്റ്സ് ആൻഡ് ബെറ്റിംഗ് ഓൺ കാസിനോസ് ആൻഡ് റേസിംഗ് വിൽ കം അണ്ടർ ദിസ് കാറ്റഗറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ.